അങ്ങനെ വേദയ്ക്ക് നല്ല മനസ്സോടെ ജ്യൂസുമായിട്ട് വന്ന് നന്ദിനി ഇങ്ങനെ പറയുകയാണ്, ഞാൻ എന്ത് നല്ലത് ചെയ്തെന്നാലും എല്ലാവരും നല്ലത് വിചാരിക്കത്തില്ല, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നേ വിചാരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദയുടെ അടുത്ത് പറയുമ്പം വേദ ഇങ്ങനെ ഊന്ന് പറഞ്ഞിട്ട് മുകളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുവാണേ. നന്ദിനി കേറ്റി എന്ന് പറയുമ്പോൾ കുത്തിത്തിരിപ്പ് നന്ദിനി എന്ന് തന്നെ സ്കൂളിലെ കുട്ടികൾ വരെയും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദിനി വേദയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അയ്യോടാ അങ്ങനെയാണോ എന്നൊക്കെ നമ്മുടെ വേദ ഇങ്ങനെ പറയുമ്പം നമ്മുടെ നന്ദിനി പറയണം, ഇപ്പം തന്നെ നോക്ക് വേദയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് ഇപ്പം എല്ലാവരും തെറ്റിദ്ധരിച്ചില്ലേ, അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ അകലേ ഉള്ളൂ തമിഴ്നാട്ടിൽ. അങ്ങനെ ഇതുപോലെ ഒരുപാട് ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. അതിപ്പം ഇതിൻ്റെയൊക്കെ ചടങ്ങിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നന്ദിനി ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇപ്പം നന്ദിനിയടുത്തെ അടക്കം പറയുന്നുണ്ടല്ലോ ഇതൊരു അംഗീകരിച്ച വിവാഹമല്ലെന്ന്. അങ്ങനെയുള്ളവരുടെ വായടപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചടങ്ങ് മാത്രം, അല്ലാതെ ഇത് രണ്ടാം കെട്ട് നന്ദിനിയടുത്ത് പറയുന്ന പോലെ ഇത് രണ്ടാം കെട്ടൊന്നും അല്ല എന്നിങ്ങനെ പറയുവേ. അവസാനം ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ നേരെ ആയിരിക്കും ട്രോള്. കിട്ടുന്ന ആളും കൂടെ സമ്മതിക്കണ്ടേ, അത് സമ്മതിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ വേദ പറയുന്നുണ്ട്, എനിക്ക് നന്ദിനിയടുത്തയുടെ ഉദ്ദേശശുദ്ധിയൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി വേറൊരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, ഇതൊക്കെ നടത്താൻ പണം വേണ്ടേ, പണം ആര് തരും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. നീ അച്ഛമ്മയോട് ചോദിക്കാനായിരിക്കും. അച്ഛനും തരില്ല, അതുപോലെ വിക്രവും തരില്ല, വിശ്വേട്ടനും തരില്ല, വിനായകേട്ടനും ഞാനും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് അച്ഛമ്മയായിരിക്കും നിനക്ക് ശരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും പറയാം, അതെ ഞാൻ അച്ഛമ്മയോട് ചോദിച്ചാൽ അച്ഛമ്മ തരിക തന്നെ ചെയ്യും, പക്ഷേ ഇത് വിക്രമിൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് ഞാൻ അച്ഛമ്മയോട് ചോദിക്കത്തില്ല, വിക്രം തന്നെ നടത്തണം എന്നൊക്കെ പറയും കേട്ടോ. വേദയുടെ ഇങ്ങനത്തെ തിരിച്ചുള്ള മറുപടിയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ. അതിനുശേഷം വേദ പറയുന്നുണ്ട്, ഏതൊക്കെയായാലും നന്ദിനിയടുത്ത് ജ്യൂസ് കൊണ്ടുവന്ന് തന്നതല്ലേ, അതിങ്ങ് കൊണ്ടുപോകാൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും മനസ്സോടെ ജ്യൂസ് ഇങ്ങനെ കൈ നീട്ടുക. വേദ പിടിച്ചില്ല എന്ന് വരുമ്പോഴത്തേക്കും നന്ദിനി ഗ്ലാസ് വിടും കേട്ടോ. വന്നിട്ട് താഴെ വീണ് പൊട്ടിപ്പോവേ. എന്താ വേദ നിനക്ക് ഇത്ര കൈക്ക് ബലമില്ല എന്നൊക്കെ നന്ദിനി ചോദിച്ച് ചൂടാവുകയെ. അതിനകത്തേക്ക് നമ്മുടെ വേദ പറയുന്നുണ്ട്, അല്ലാതെ നന്ദിനിയടുത്ത് കളഞ്ഞതല്ല വിട്ടതല്ല അല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. എന്ത് പറഞ്ഞാലും എനിക്ക് കുറ്റം എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് തിരിച്ചു പോവേ. അതിനുശേഷം മാഷ് ഇങ്ങനെ നമ്മുടെ പത്രമൊക്കെ വായിച്ചുകൊണ്ട് ഉമ്മറത്തിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ മോളും അതുപോലെ കമലമ്മയും ശ്രീജേടത്തിയും കൂടെ ഇങ്ങനെ കയറി വരികയാണ്. അന്നത്തേക്കിനും കുട്ടി മുത്തച്ഛ അച്ചച്ച എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഓടി ചെല്ലും കേട്ടോ. മോളെ എവിടെ പോയതാന്ന് ചോദിക്കും കേട്ടോ. സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് എന്ന് പറയും, ഇങ്ങനെ കുഴലൊക്കെ ഊതുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അന്നത്തേക്കും നമ്മുടെ കമലമ്മ പറയും, ശ്രീജയുടെ കമല ഒന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് വിളക്കിക്കാൻ കൊടുത്താണെന്നൊക്കെ പറയും കേട്ടോ. അതെന്ന് പറയും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കമലമ്മ പറയും, ഇപ്പോൾ എത്ര നാളാന്ന് വെച്ചിട്ട് വേദാചാരുടെ തലയും കോർത്തിട്ടാണ് നടക്കുന്നത്, അപ്പോൾ ഒരു മാല വേണമല്ലോ, അപ്പോൾ അതിനും ഒന്ന് ഒരുക്കി പഴയ സ്വർണ്ണങ്ങളൊക്കെ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് അമ്മ തന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അമ്മ ഒരു മാലയും തന്നിട്ടുണ്ടല്ലോ, എല്ലാം കൂടെ ചേർത്തിട്ട് ആ മാലയും പിന്നെ താലിമാലയൊക്കെ ആകും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കമലമ്മ പറയുമ്പോഴത്തേക്കിനും ഇത്രയല്ലേ ആയുള്ളൂ, ഇനി ബാക്കി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ കമലമ്മ പറയുവേ, ഇത്രയൊക്കെ ആയല്ലോ എന്നൊക്കെ, അതും ബാക്കിയും കൂടെ നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അമ്മയും നീയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ ആണല്ലോ, അത് എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു വഴി ചെന്നിട്ട് ഇങ്ങനെ ഇടിച്ച് നിൽക്കുമ്പോൾ അത് സഹായത്തിനായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കല്ലെന്നൊക്കെ ഇങ്ങനെ മാഷ് പറയുവാണ്. എന്നിട്ട് ശ്രീജേടത്തി കുട്ടീനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ കമലമ്മ പറയണം, മാഷേ ഇത് ഒരുപാട് പ്രാർത്ഥിച്ചതല്ലേ നമ്മൾ, അപ്പോൾ അതിന് ഫലമായിട്ട് ദൈവം കാണിച്ചു തരുന്ന വഴിയാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, ആയിക്കോട്ടെ കമല, ഇനി നിൻ്റെ വിശ്വാസത്തിന് ഞാനായിട്ട് എതിര് നിന്നൊന്നും വരല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് എണീച്ച് പോവുക. പിന്നീട് നമ്മുടെ വിശ്വത്തിനെയാണ് കാണിക്കുന്നത്. വിശ്വം ഇങ്ങനെ മുടിയൊക്കെ ചെയ്തിട്ട് ഒരുങ്ങുകയാണ്. പിന്നെ ശ്രീജേടത്തി നമ്മുടെ മോളുമായൊക്കെ ആയിട്ട് കയറി വരും കേട്ടോ. മോള് ഇത് എവിടെ പോയിരുന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നത്തേക്ക് നമ്മുടെ ശ്രീജേടത്തി പറയുന്നുണ്ട്, എൻ്റെ കുട്ടി കമ്മലുണ്ടായിരുന്നല്ലോ, അത് വിളക്കിച്ചതാണെന്നൊക്കെ പറയുവേ. ഏതൊക്കെയാലും ഈ കമ്മൽ വിശ്വേട്ടൻ മോൾക്ക് ഇട്ട് കൊടുക്കാൻ പറയുക. ഞാനോന്ന് ചോദിക്കുക, അതന്നെ, ഏതൊക്കെയാലും ഞാനിനി അത് ഇടാനൊന്നും പോകുന്നില്ല, അപ്പം വിശ്വേട്ടൻ തന്നെ അത് മോൾക്ക് ഇട്ട് കൊടുക്കുമെന്ന് പറയുവേ. എന്നിട്ട് മോളുടെ കാതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തേക്കിന് അച്ഛനവിടെ പോകാൻ ചോദിക്കും മോൾ. അന്നേരം പറയും പണിക്ക് പോകാമെന്ന് പറയുമ്പം പറയും, എനിക്ക് മോൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും കേട്ടോ. അന്നേരം പറയും, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വെളിയിൽ പോകണമായിരുന്നു, എനിക്ക് കറങ്ങാൻ പോയാൽ മതി എന്നിങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും പറയും, വിശ്വം പറയും, ഇനി ഒരു ദിവസം ആവട്ടെ, ഇപ്പോൾ ചെറിയച്ഛനോട് പറ, ചെറിയച്ഛൻ ബൈക്കിൽ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും മോളിങ്ങനെ നിൽക്കുവേ. അന്നത്തേക്കും നമ്മുടെ ശ്രീജേടത്തിക്കും അങ്ങനെ സങ്കടം വരും കേട്ടോ. മോളുടെ ഒരു ആഗ്രഹമല്ലേ, വിശ്വേട്ടനൊന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ.
അന്നത്തേക്കിനും പിന്നെ വിശ്വേട്ടൻ പറയുക അതല്ല ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമല്ലേ, അന്നത്തേക്കിനും ബുക്കിനും ബാഗിനും ഒക്കെ പൈസ വേണ്ടേ, ഒരു ദിവസം വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീജയടത്തേക്കും വെളിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്താണെങ്കിലും കുഴപ്പമില്ല വിശ്വേട്ടാ, ഞാൻ വേദയുടെ കൂട്ടത്തിൽ മോളെ പറഞ്ഞു വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയായിട്ട് പോവുകയാണേ. പിന്നീട് നമ്മുടെ പത്മ ഇങ്ങനെ ഇറങ്ങി വരുവാണ്, മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്നത്തേക്കിനും ഇങ്ങനെ വേദയുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പം തീയതിയൊക്കെ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇനി മുന്നിലോട്ട് ആരെയൊക്കെ അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്താൽ പോരെ, ഇത്രയും നാളായിട്ട് മാഷ് ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പം നമ്മുടെ വേദയുടെ അമ്മ പറയുന്നുണ്ട്, ഇനി അതൊക്കെയാലും അത് കമല അവിടെ എല്ലാം പറഞ്ഞ് സംസാരിച്ചോളും, നമ്മളിനി അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കേണ്ട, ഏതൊക്കെയാലും വേദ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ, നാട്ടുകാർ തന്നെ എന്ത് പറയും, അവരെ പഴി ചാരത്തില്ല, അതുകൊണ്ട് അവർ ഇതിനൊക്കെ സമ്മതിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പത്മ മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ്. എല്ലാവരെയും വിളിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും പറയും, മുത്തശ്ശി പറയുന്നുണ്ട്, ഒരാളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവർ പലതും പറയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും വേണ്ടില്ല, പ്രധാനപ്പെട്ട ആളുകളോട് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരും കേട്ടോ. വന്നിട്ട് പറയും, വേണ്ട, എല്ലാവരെയും നാടറിയിച്ച് മുഴുവൻ കൊട്ടും കുരുവയൊക്കെ ആയിട്ട് എല്ലാവരും അറിയിക്കുക, കൊച്ചുമോൾ അത്ര വലിയ കാര്യമാണല്ലോ ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അധിക്ഷേപിക്കുക. മുത്തശ്ശി പറയുന്നുണ്ട്, ശ്രീകാന്തെ, നമ്മളായിട്ടൊന്നും അവളെ പറഞ്ഞു വിട്ടതല്ലല്ലോ, അവളായിട്ട് തന്നെ ഇറങ്ങിപ്പോയതല്ലേ, ഇനി നമ്മൾ അതിൻ്റെ കൂടെ ചേരുക തന്നെ വേണ്ടുള്ളൂ, അച്ഛനടക്കം എല്ലാവരും മനം മാറി, ഇനിയിപ്പം നീയും നിൻ്റെ ഭാര്യയും മാത്രമാണ് എതിരായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരത്തേക്കും നമ്മുടെ ശ്രീകാന്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് വേദയോടല്ല ദേഷ്യമുള്ളത്, എനിക്ക് അവനോടാണ്. അവൻ നിർബന്ധപൂർവ്വം താലി കെട്ടിയതല്ലേ, ഒരു ഗുണ്ടയല്ലേ, രാഷ്ട്രീയക്കാരന്മാർക്കൊക്കെ ഗുണ്ടാപ്പണി ചെയ്ത് നടക്കുന്ന അവനെ മാത്രമേ വേദയ്ക്ക് കിട്ടിയുള്ളൂ, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും നമ്മുടെ അത് തന്നെയല്ലേ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് മുത്തശ്ശിയാണ്, ദൈവത്തിൻ്റെ പേരും പറഞ്ഞതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുന്നുണ്ട്, നീ അത് പറയരുത്, നമ്മുടെ കാൺകലാണ് അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട്, അച്ഛനെയും എല്ലാവരുടെയും നമ്മളെല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയത്, അവളെ ആകെന്ന് വിളിച്ചതാണ്, അവൾ തിരിഞ്ഞു നിന്നല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ടൊന്നും പറയണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് അവളുടെ അരക്കെട്ടങ്ങ് മുറുക്കുവാൻ ശ്രമിക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുക. ഞാൻ അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് നിങ്ങൾ വീണ്ടും അത് മുറുക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുവേ. മുത്തശ്ശി പറയുന്നുണ്ട്, നാളുകളോളം മറ്റൊരു പുരുഷൻ്റെ ഭാര്യയായിട്ട് അവിടെ കഴിഞ്ഞവളാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കിനും ദർശൻ്റെ കാര്യമാണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല, കാര്യത്തിനോട് അടുക്കുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ശ്രീകാന്ത് പറയുന്നുണ്ട്, ദർശൻ അതൊന്നും കുഴപ്പമില്ല, അവന് സമ്മതമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതൊന്നും നടക്കുന്ന കാര്യമല്ല, മറ്റൊരു പുരുഷൻ്റെ കൂടെ കഴിഞ്ഞ കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേക്കിനും ശ്രീകാന്തിന് അങ്ങനെ ദേഷ്യം വന്നിട്ട് പറയാം, ഈ കല്യാണം നിങ്ങൾ ഉറപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ വീട്ടുകാരും ഒന്നും ഈ കല്യാണത്തിന് ഉണ്ടാവില്ല എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട, നിനക്ക് തീരുമാനം എടുക്കാൻ, നിനക്ക് പങ്കെടുക്കണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ നന്ദിനി അടുത്ത് ഇങ്ങനെ അടിച്ച് വരിക്കണമൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അന്നേരത്തേക്കിനും വിക്രമിനെ കണ്ടത് ഇടാ വിക്രം എന്ന് പറഞ്ഞിട്ട് പതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ നന്ദിനി അടുത്ത് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി അടുത്ത് പറയുകയാണ്, എടാ നീ വലിയ ഒരു വാരിക്കുഴിയിൽ വന്ന് വീഴാൻ പോവാന്നൊക്കെ പറയുവേ. വാരിക്കുഴിയോ? അത് തന്നെ, കല്യാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പൈസ വേണ്ടേ, അച്ഛൻ എതൊക്കെയല്ലേ ന്യായം പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലും ഇല്ല, പിന്നെ കല്യാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പൈസ ആരുണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അത് എവിടെ, കല്യാണം എങ്ങനെ നടത്താൻ, ആര് നടത്താൻ, അതിനാരാ നിന്ന് കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ വിക്രം ചോദിക്കുകയാണ്. അന്നേരത്തേക്കിനും നന്ദിനി പറയുന്നുണ്ട്, നിന്ന് കൊടുത്തേ പറ്റുള്ളൂ മോനെ, അമ്മ ഇപ്പം താലിച്ചയും പണിയുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതൊക്കെയായാലും പൈസ ഇല്ലാത്ത സ്ഥിതിക്ക് അവളുടെ കയ്യിൽ നിന്നോ അവളുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്നോ പൈസ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ സമ്മതിക്കത്തില്ല. പിന്നെ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് അവൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിന്നോട് അനുവദിക്കത്തും ഇല്ല എന്ന്. പിന്നെ നീ തന്നെ പൈസ ഉണ്ടാക്കണം മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിൽ നിന്ന് വല്ല അമ്മയെ കൊണ്ട് പൈസ എടുപ്പിക്കും, എന്നിട്ട് ആ ലോൺ നീ അടച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ വലിയൊരു വാരിക്കുഴിയില്ല മോനെ നിന്നെ പെടുത്താൻ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവളങ്ങനെ ചലഞ്ച് ചെയ്യുവാണല്ലേ എന്നൊക്കെ ഇങ്ങനെ വിക്രമും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നീ എന്താണെങ്കിലും നിന്ന് കൊടുത്തേ പറ്റുള്ളൂ കല്യാണത്തിന് എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുവാണേ.
നേരത്തെ നടന്നത് റിഹേഴ്സലാണെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒറിജിനൽ പെർഫോമൻസ് ആണ്. ഏതൊക്കെയായാലും നീ പെടും എന്ന് നന്ദിനി പറഞ്ഞിട്ട് പോവുകയാണേ. പിന്നീട് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഫോണിലൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചടങ്ങിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ആ ചടങ്ങിന് പോക്കോ, പക്ഷേ എന്നെ വിളിക്കേണ്ട, ഇനി എങ്ങാനും ആ ചടങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ നീ അതിനൊന്നും പേടിക്കേണ്ട, ഞാനൊന്നും പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനെ എനിക്കൊന്ന് കാണണം എന്ന് പറയുക. ഇങ്ങോട്ടേക്ക് വരാൻ പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് വേണ്ട, വെളി വെച്ച് കണ്ടോളാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദീപ്തി പുറകിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ സംഭാഷണമൊക്കെ കേട്ടിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും വർഷേച്ചി ഇങ്ങനെ പറയുന്നതൊന്നും ദീപ്തിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ. നമ്മുടെ വേദയുടെ കാര്യത്തിൽ എന്തിനാണ് വർഷേച്ചി അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നീയും കൂടെ പങ്കെടുത്തോ കല്യാണത്തിന് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ദീപ്തി പറയുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും കല്യാണത്തിന് പോകും. വേദേച്ചിക്ക് ആ ആളിനെ മാത്രം കല്യാണം കഴിക്കുന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അച്ഛനും വീട്ടുകാരും മുത്തശ്ശിയും അമ്മയും എല്ലാവരും കൂടെ നിൽക്കുകയാണ്. ഇനി നമ്മളായിട്ട് വെറുതെ എന്തിനാണ് മസിൽ പിടിക്കുന്നത്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ വിക്രത്തിന് വിക്രമേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. ഇനിയിപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഏട്ടൻ എന്നല്ലാതെ പിന്നെ വേറെ എന്താ വിളിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ദീപ്തി ചോദിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരൻ അനിയങ്ങോട്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്തിനാ ഇത്രമാത്രം ഇങ്ങനെ ആലോചിക്കാൻ, ഒന്നുമല്ല നിൻ്റെ 2 കെട്ട് കഴിഞ്ഞതല്ലേ ചോദിക്കുക. അന്നേരം ഇന്നൊരു ജോസഫ് ഏട്ടൻ ചോദിക്കും, 2 കെട്ടോ, അല്ല തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോയി വീണ്ടും മാലയൊക്കെ വീണ്ടും അച്ഛമ്മ ഇടിപ്പിച്ചതല്ലേ, അപ്പോൾ 2 ആയില്ലേ, അപ്പോൾ ഒന്നിൽ പഴിച്ച 3 ഇനിയിപ്പം നീ ഇതിനും കൂടെ നിന്ന് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ അനിയൻകൂട്ടം പറയും കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ ജോസഫ് ഏട്ടൻ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഇവിടെ കുറച്ച് ദിവസത്തേക്കിന് മാറി നിന്നാലോ എന്നൊക്കെ. അന്നേരം നമ്മുടെ അനിയൻകൂട്ടം പറയുന്നുണ്ട്, കല്യാണത്തിനെ പേടിച്ചിട്ട് ഇനി ഇവിടുന്ന് മാറി നിന്നെങ്കിൽ ആ പേരും കൂടെ ഇവൻ കേൾക്കേണ്ടി വരും. അതെ, മാറി നിന്നാൽ എത്ര നാൾ മാറി നിൽക്കും, വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ വരണ്ടേ. അവിടെ വന്നു കഴിയുമ്പം വേതാളും വീട്ടുകാരും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനിയൻകൂട്ടം പറയുന്നുണ്ട്, നിൻ്റെ അവസാനം കൊണ്ട് വേതാളം പോവുള്ളൂ, അത് ആയുഷ്കാലം അവിടെ ഉണ്ടാവും, എനിക്ക് എത്ര പറയാനുള്ളൂ എന്നൊക്കെ പറയുവേ. നീ എന്തിനാടാ ഇത്രയും വലിയ മസിൽ പിടിക്കുന്നത്, ഒരു പ്രാവശ്യം ബലം പിടിച്ചതല്ലേ, ഇനി ഒരു പ്രാവശ്യം ബലം പിടിച്ച് അച്ഛമ്മേൻ്റെ അടുത്ത് പറയാൻ എനിക്ക് കെട്ടാൻ പറ്റത്തില്ലെന്ന്, അത്രയും ചെയ്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ജോസഫ് ഏട്ടൻ പറയുന്നുണ്ടേ. അന്നത്തേക്കിനും നമ്മുടെ അനിയൻകുട്ടനും പറയുന്നുണ്ട് കേട്ടോ, അതൊന്നും അല്ലടാ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവന് ബലം പ്രയോഗിച്ച് കെട്ടുന്നവരൊന്നും അല്ല കാര്യം, അതൊക്കെ ഇവൻ വേണമെങ്കിൽ ചെയ്യും, പക്ഷെങ്കിൽ അങ്ങനെ ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ കുട്ടിയുടെ കയ്യിലാകും ഇവൻ്റെ പൂർണ്ണ നിയന്ത്രണം. ശ്രീനിവാസൻ വിചാരിച്ചാൽ പോലും കൂടെ പിന്നെ ഊരിയെടുക്കാൻ പറ്റത്തില്ല, അതാണ് ഇവൻ്റെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ടെൻഷനിലിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്.